കുറേ കാലം സയൻസായിരുന്നു വലിയ സംഭവം. പിന്നീട് ഇങ്ങനെ കൊമേഴ്സിലേക്ക് എത്തി. ഒരു കാലത്ത് ഡോക്ടറും എഞ്ചിനീയറും ആവണം എന്നത് മാത്രമായിരുന്നു രക്ഷിതാക്കളുടെ മോഹം. പിന്നീട് അത് പതിയെ പതിയെ ഒരു കൊമേഴ്സ് രംഗത്തിലേക്കൊക്കെ എത്തി. ഇതിനേക്കാളൊക്കെ സാധ്യത ഈ ആർട്സ് രംഗങ്ങൾക്കുണ്ട് എന്നത് നമ്മുടെ കുട്ടികളുടെ പക്വത അനുസരിച്ച് നമുക്ക് ബോധ്യപ്പെടുത്താൻ പറ്റണം. ഒറ്റവാക്ക് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ വിലയിരുത്തുകയും അവരുടെ ശേഷിയൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും നമുക്ക് പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഏതെങ്കിലും വിദഗ്ധരെ സമീപിച്ച് അത് ഉൾക്കൊള്ളുകയും ചെയ്തിട്ട് വേണം നമ്മുടെ മോഹങ്ങളും അഭീഷ്ടങ്ങളും ആ കുട്ടിയിൽ അടിച്ചേൽപ്പിക്കാൻ. SSLC കുട്ടി എനിക്ക് ഇന്നതാ വേണ്ടതെന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ അംഗീകരിക്കണം എന്നാണ് ഞാൻ പറയണത്. ഒരിക്കലും അല്ല. പക്വത കുറവുണ്ട്, ജീവിതാനുഭവങ്ങളുടെ കുറവുണ്ട്, കോഴ്സുകളെ കുറിച്ച് ചിലപ്പോൾ നമ്മളത്രയ്ക്ക് തന്നെ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അവന് പറഞ്ഞു കൊടുക്കണം ഇന്നതാണ് ഇന്നതിൻ്റെ ഗുണം എന്ന്. കാര്യങ്ങളൊക്കെ യുക്തിപൂർവ്വം നമ്മൾ ഇടപെട്ടിട്ടും കുട്ടി അതിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നമുക്ക് അനുകൂലമാക്കാനുള്ള ശ്രമം നടത്തണം. ഒന്നുകൊണ്ടും നടക്കണില്ല, ഡോക്ടർ ആയേ പറ്റുള്ളൂ എന്നാണോ വിചാരം. അതുകൊണ്ട് ഗൾഫിൽ നിന്ന് ഫുൾ മാർക്ക് +2 നേടി വിജയിച്ച കുട്ടിയെ കേരളത്തിലെ പ്രസിദ്ധമായ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പസിൽ കൊണ്ടുവന്ന് ചേർക്കുകയും ഡോക്ടറായേ പറ്റൂ എന്ന് നിർബന്ധിപ്പിക്കുകയും ചെയ്യുമ്പോൾ 2-ാം ദിവസം ചിലപ്പോൾ കുട്ടി 3-ാം നിരയിൽ നിന്ന് ചാടി മരിച്ചു എന്ന് വരും. ഈ വർഷം തുടക്കത്തിലുണ്ടായൊരു സംഗതിയാണിത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തോൽവി ഒരു അപരാധമാണെന്ന് കുട്ടികളെ നമ്മൾ ആദ്യമേ അടിച്ചേൽപ്പിക്കുമ്പോൾ, തോൽവി ഒരു അപരാധമല്ലെന്നും അത് ലോകക്രമത്തിന്റെ ഭാഗമാണെന്ന് കുട്ടികളുടെ മനസ്സിൽ വരണം. മാർക്ക് പറഞ്ഞാൽ ഇനി എങ്ങനെ ഉമ്മനെ ഫേസ് ചെയ്യാന്ന് കരുതി ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യയെ കുറിച്ചല്ലോ ഞാൻ പറയണത്, അതിൻ്റെ ഒരു ചെറിയ ഭാഗമായിട്ടേ വരുള്ളൂ, അത് വേറെ തന്നെ പറയേണ്ടതാണ് നമ്മൾ. അപ്പൊ രക്ഷിതാക്കൾക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതി കുട്ടിയുടെ വ്യക്തിത്വം അംഗീകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതെങ്ങനെ? നമ്മുടെ കുട്ടി എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ അംഗീകരിക്കില്ല. ചിലപ്പോൾ ഈ വിരുന്നുകാരൊക്കെ വരും, അല്ലെങ്കിൽ ബന്ധുക്കളൊക്കെ വരും, അവരോടൊപ്പം ചേർന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ പരിഹസിക്കാൻ കൂട്ടു നിൽക്കും. ആ കുട്ടിക്ക് പിന്നെ എവിടെയാണ് ഒരു മോചനം കിട്ടുക? നേരിട്ട് കാണിച്ചു കൊടുക്കും, കണ്ട ഈ കുട്ടി എന്നും പറഞ്ഞിട്ട് കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും. അത് വേറൊരു വിഷയമാണ്, നേരെ തന്നെ വിശദീകരിക്കേണ്ടതാണ്. ഇതിൻ്റെ ഉപഘടകമായിട്ട് പറഞ്ഞാൽ പോരാ. വീട്ടിൽ വിരുന്നുകാരും അയൽവാസികളൊക്കെ വരുമ്പോൾ അവരെന്തെങ്കിലും കാരണത്താൽ എന്താ ഇവൻ ഇങ്ങനെയൊക്കെ കാണിച്ചിരിക്കണെന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിലെങ്കിലും കുട്ടിയെ മാനം കെടുത്താതെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ചെറിയ കുട്ടിയാണെങ്കിൽ പോലും. ചെറിയ കുട്ടികൾക്കൊക്കെ നല്ല പക്വതയാണ്, അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 6-ാം മാസത്തിലോ 7-ാം മാസത്തിലോ ഒക്കെ അവർക്ക് അത്യാവശ്യം പക്വത വരുന്നുണ്ട്. തമീസായി നല്ലട്ടാ ഞാൻ പറയണത്. കാര്യങ്ങൾ ഉൾക്കൊള്ളാനുള്ളൊരു ശേഷിയിലേക്ക് അവരെത്തുന്നുണ്ട്. അപ്പോൾ 1 വയസ്സും 1.5 വയസ്സും 2 വയസ്സൊക്കെ ആയ കുട്ടി അവൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ അലങ്കോലാക്കി ഇട്ടിരിക്കുന്നു. നമ്മളെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരികയാണ്. അവൻ പറയുന്നത് എന്താ ഇപ്പോൾ കുട്ടി ഇങ്ങനെയൊക്കെയാണ്. അതിനോട് തുടങ്ങുക, എത്ര പറഞ്ഞാലും നന്നാവില്ല, അവൻ അങ്ങനെ തന്നെ ഇങ്ങനെ തന്നെ. ശരിക്കും ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ട് പറയണം ഇത് കളിക്കാനുള്ളതല്ല, കളിക്കുമ്പോൾ പകരൂല്ലെന്ന്. ഇതെന്തങ്ങനെ പൊട്ടിച്ചിരിക്കണേ? ചില വീട്ടിലൊക്കെ ഉണ്ട്, അവരുടെ 1-ാം കുട്ടിക്ക് വാങ്ങിയ ടോയ്സ് വരെ എപ്പോഴും ഉണ്ടാവും അങ്ങനെ സെൽഫിൽ വെച്ചിട്ട്. അങ്ങനെ പ്രതിമകളൊക്കെ വാങ്ങി വെക്കാൻ പറ്റുമോ? പറ്റൂല. പെൺകുട്ടികൾക്കൊക്കെ പ്രതിമ വാങ്ങിച്ചു കൊടുക്കാം അവർക്ക് കളിക്കാൻ. അപ്പോൾ അവരതിനോട് സംസാരിക്കും. ചിലപ്പോൾ സംസാരിച്ചിട്ട് പറയണ കേൾക്കാഞ്ഞിട്ട് കാലുപിടിച്ച് നിലത്തടിച്ചു എന്ന് വരും. അപ്പോൾ പൊട്ടും. അപ്പോൾ വഴക്ക് പറഞ്ഞ് തല്ലി ശരിയാക്കല്ല വേണ്ടത്. എന്തായാലും അന്യരുടെ മുമ്പിൽ വെച്ച് കുട്ടിയുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കാതിരിക്കരുത്. മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടില്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയോടൊക്കെ ഉള്ള ബന്ധം 4 കാലിൽ ഊന്നിയിട്ട് പുറത്തു വെച്ച് നടന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൽമാൻ ഫാരിസി കയറി വന്നിട്ട് നിങ്ങളുടെ വാഹനം വളരെ മനോഹരാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ അഭിമായ നിമിതങ്ങൾ എന്തൊക്കെ ഒഴികഴിവ് പറഞ്ഞിട്ട് അവരങ്ങനെ തന്നെയെന്നൊക്കെ പറയാണോ ചെയ്തത്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞിട്ടുണ്ടത് അല്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാത്രികരും വളരെ ഉന്നതരാണ് സൽമാൻ. വാഹനം മാത്രമൊന്നുമല്ല, ഈ യാത്രക്കാരും വളരെ ഉന്നതന്മാരാണ്. കുട്ടികളുടെ വ്യക്തിത്വം അംഗീകരിക്കുക എന്നത് ഏറ്റവും പ്രാധാന്യമുള്ളൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമതായിട്ട് അത് പറയണത്. അപ്പോൾ കുട്ടികളുടെ അഭിരുചികൾ മനസ്സിലാക്കേണ്ടി വരും.
ചില കുട്ടികൾക്ക് വഴക്ക് പറഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, ചില കുട്ടികൾക്ക് തല്ലായിരിക്കും വേണ്ടത്. വഴക്ക് പറഞ്ഞാൽ ഇങ്ങനെ ഉമിക്ക് തീ പിടിച്ചതുപോലെ അവരുടെ മനസ്സിൽ അങ്ങനെ കിടക്കും അത്. പിന്നെ അവർ ചെയ്യുന്ന ചില നന്മകൾ, എല്ലാവർക്കും കുറേ നന്മകളില്ലേ എന്ന്. 100% അൽ ഇൻസാനുൽ കാമിൽ വാപ്പയാണോ? വാപ്പ അങ്ങനെയാണോ? കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയ കഥകൾ പറഞ്ഞ് മനം കെടുത്താൻ പാടുണ്ടോ? അവർ കഷ്ടപ്പെട്ടതും അവരുടെ സാഹചര്യം അങ്ങനെ ആയത് ഈ കുട്ടിയുടെ എന്തെങ്കിലും കാരണത്താലാണോ? അല്ലല്ല. അള്ളാന്റെ റബ്ബേ, നീ ജനിച്ചതിന് ശേഷമാണ് ഇങ്ങനെ കുഴപ്പങ്ങളായത്, നിന്റെ തല പുറത്തു വന്നതിന്റെ ശേഷമാണ് ബിസിനസ് പോയത് എന്നൊക്കെ പറയും ചില ആളുകൾ. അതുമായിട്ടൊരു ബന്ധമില്ല, അതും ഇതുമായി ഒരു ബന്ധവുമില്ല. ഇതൊക്കെ കുട്ടിയെ വല്ലാതെ സ്വാധീനിക്കും. എന്നിട്ട് വാപ്പ ചെയ്ത് അധ്വാനം പറഞ്ഞ് പലപ്പോഴും ഒരേ കഥ പറഞ്ഞിട്ട് തുടങ്ങുമ്പോഴേ കുട്ടിക്ക് ബാക്കി മനസ്സിലാവും. പുതിയ കുട്ടികൾ അതിനെ ശക്തമായി പ്രതികരിക്കും ചിലപ്പോ. അബ്രഹാം ലിങ്കൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലി ചെയ്തു അല്ലേ, എന്നിട്ട് കിട്ടിയ കാശ് കൊണ്ട് പകുതി ഭക്ഷണം വാങ്ങി, പകുതി പുസ്തകം വാങ്ങി, എന്നിട്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ നിന്നിട്ട് അങ്ങാടിയിൽ വെച്ച് വായിച്ചു പഠിച്ചു. നിന്റെയൊക്കെ അവസ്ഥ എന്താണ്? AC ഉണ്ട്, ഫാനുണ്ട്, ഫുള്ള് ഫുഡുണ്ട്, എല്ലാ വസ്ത്രമുണ്ട്, എല്ലാ അർത്ഥത്തിലുള്ള പുസ്തകങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട് എന്നും പറഞ്ഞിട്ട് വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് മുന്നേ വരെയൊക്കെ കുട്ടി അത് കേൾക്കും. ഇപ്പൊ ചിലപ്പോൾ കേട്ടു എന്ന് വരില്ല. 50-ാം വയസ്സിൽ അബ്രഹാം ലിങ്കൻ 1860 അല്ലേ അമേരിക്കയുടെ പ്രസിഡന്റാണ്. വാപ്പാക്ക് ഇപ്പോൾ 60 വയസ്സായില്ലേ, നമ്മളെ പഞ്ചായത്ത് മെമ്പറെങ്കിലും അയക്കണമെന്ന് ചോദിക്കും ചിലപ്പോൾ. കുറച്ചുകൂടി വളഞ്ഞ കുത്തുകളുണ്ടാവും. ആൾക്കൊക്കെ എന്താ പണി? സ്കൂൾ 3 മണിക്ക് വിടൂലേ, എന്നിട്ട് രാത്രി തെരുവിളക്കിൻ്റെ ഒട്ടൊന്ന് വായിക്കാൻ നിൽക്കണം. സ്കൂൾ ഇട്ടിട്ട് വായിച്ച് പഠിച്ചാൽ പോരെന്ന് ചോദിക്കും. അപ്പം അതിന് ദേഷ്യം പിടിക്കുക, അതിന് പിന്നെ അടുത്ത പോയിന്റിലേക്ക് കിടക്കുക എന്നുള്ളതല്ല വേണ്ടത്. കുട്ടികളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കുക, എല്ലാവരിലും നന്മ ഉണ്ടാവും. നമ്മളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇഷ്ടപ്പെടൂലേ? ഒന്ന് മനസ്സറിഞ്ഞ് പറയും. ഏതോ ഒരു ചങ്ങായി പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ പ്രഭാഷണത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നവർ പുകഴ്ത്തലാണ് ആഗ്രഹിക്കുന്നത് എന്ന്. സമയത്തിലൊക്കെ നമ്മുടെ അനുഭവമാണത്. എനിക്ക് തിരുത്താനാണ്, നല്ലോണം പറഞ്ഞു തരും, എന്തൊക്കെയോ കുഴപ്പങ്ങൾ. അപ്പം നമ്മളിങ്ങനെ പറഞ്ഞു സങ്കല്പിക്കുക, ഈ എന്തായിരുന്നു ആകാശം എന്ന് പറഞ്ഞ് ഓപ്പോസിറ്റ് സൈഡിൽ ആക്ഷൻ കാണിച്ചിരുന്നതെന്ന്. അപ്പം ഒരാൾ പറയും, ഈ അപ്പ ബാക്കിൽ നിന്ന് വർത്താനം പറയണ ഞാൻ കണ്ടിരുന്നു, ഭൂമി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ കട്ടിയത്. പുകഴ്ത്തൽ പൊതുവേ ഒരു താല്പര്യമുള്ള സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനഃശാസ്ത്രം നോക്കൂ. സഹാബികളുടെ ഓരോ നന്മയും അവിടുന്ന് എടുത്തെടുത്ത് പറഞ്ഞില്ലേ? ഓരോ നന്മയും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കൊള്ളാന്ന് പറയാൻ, തിരുത്തണം പക്വതയോടുകൂടെ. നമ്മുടെ പൂർവികരാകുന്ന ഇമാമാർ അതിൻ്റെ സയൻസൊക്കെ എത്ര വിശദീകരിച്ചു. അൽ-അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന അധ്യായത്തിൽ മഹാനായ ഇമാം മുസ്ലിം തങ്ങളുടെ ഷറഹ് എഴുതിയപ്പോൾ, സഹീഹ് മുസ്ലിമിന് ഷറഹ് എഴുതിയപ്പോൾ ഇമാം നബവി റളിയല്ലാഹു അൻഹു ഇമാം ഷാഫി തങ്ങൾ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട്, ഒരാളെ ജനമധ്യത്തിൽ നിന്ന് തിരുത്തുക എന്ന് പറഞ്ഞാൽ അവനെ ആക്ഷേപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ജനമധ്യത്തിൽ ചില ആൾക്കാരുണ്ട്, ഞാൻ കണ്ടവനോട് പറയുന്നു, ചില ഖത്തീബുമാർ, അള്ളാൻ്റെ റബ്ബേ, ഒരു ഏകദേശം കേരളത്തിൽ എല്ലാ പള്ളിയിലും ജോലി ചെയ്തിട്ടുണ്ടാവും. കണ്ടതുപോലെ പറയണോണ്ട്, കണ്ടതുപോലെ പറയാൻ പറ്റുമല്ലോ. ഉമ്മയുടെ അവറത്ത് കണ്ടാൽ അങ്ങനെ പറയാൻ പറ്റുമോ? കലാപരമായിട്ട് പറയണം. അതൊക്കെ പോയിട്ട് ഉമ്മ എൻ്റെ പേന കാണാഞ്ഞല്ലോ എവിടെയെന്നൊക്കെ ചോദിക്കണം. അവിടെ ഉണ്ടാവും നോക്കൂടെന്നൊക്കെ പറയും. എല്ലാം മങ്ങൾ വരിയെന്ന് അറിയേണ്ടി വരും. മണീറ്റോ എന്ന് അവറത്ത് റെഡി ആവുമല്ലോ. അല്ല കണ്ടപോലെ പറയാൻ പറ്റുമോ? പറയാൻ പറ്റൂല. അതിൻ്റെ രീതി ഉണ്ട്. പറയുമ്പോൾ തന്നെ എവിടുന്ന് പറയണം? മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് നമ്മുടെ മക്കളെങ്ങനെ നമ്മുടെ മോനായിരുന്നിട്ട് ആക്ഷേപിക്കാൻ പറ്റുമോ? ഓനെപ്പോഴും അങ്ങനെ തന്നെ. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, നമ്മളൊക്കെ നല്ല സഹിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ജീവിതം, പശ്ചാത്തലം, അവരുടെ സാമ്പത്തിക സ്ഥിതി, ദാരിദ്ര്യമൊക്കെ വേറായിരുന്നു. നമ്മളങ്ങനെ താലോലിച്ച് സയൻറ്റിഫിക്കായി മനഃശാസ്ത്രപരമായി ഉഷാറാക്കാനൊന്നും ചിലപ്പോൾ അവർക്ക് സമയം കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഉൾക്കൊള്ളുന്ന മക്കളുമായിരുന്നു അന്ന്. കാലം മാറുന്നതനുസരിച്ച്, മക്കൾ അപ്ഡേഷൻ ആകുന്നതനുസരിച്ച് നമ്മളിപ്പോഴും ആ അബ്രഹാം ലിങ്കൻ്റെ കാലത്ത് ജീവിച്ചാൽ മക്കളും നമ്മളും വലിയ ശത്രുക്കളായി മാറും. അതുകൊണ്ട് മക്കളുടെ വ്യക്തിത്വത്തെ അംഗീകരിക്കണം.